അപ്പോൾ ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി ആയതുകൊണ്ട് തന്നെ നമ്മുടെ ചോറ് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പുളിശ്ശേരിക്കായിട്ട് കുറച്ച് വെള്ളരിക്കയും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലൊരു മുളകൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് വേവിക്കാൻ വെക്കണം. പിന്നെ അടുത്തത് ബീട്രൂട്ട് തോരനാണ് കേട്ടോ. പിന്നെ നമ്മുടെ അച്ചാറ്, ഇത് ഞാൻ ഇന്നലെ ഒരു 2-3 നമ്മുടെ നാരങ്ങ എടുത്തിട്ട് അച്ചാറാക്കിയതാണ്. ശ്രീകൃഷ്ണ ജയന്തിക്ക് വേണ്ടി സ്പെഷ്യലി ഉണ്ടാക്കിയതൊന്നല്ല, ഇന്നലെ ഉണ്ടാക്കി. അപ്പോൾ പിന്നെ ഇന്നും കൂടി ഉപയോഗിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ ഇത് രണ്ടും പാചകം ചെയ്യണം. പിന്നെ നമുക്കൊരു പായസം കൂടി വെക്കണം. പിന്നെ ഒരു പപ്പടം, പിന്നെ കുറച്ച് കൊണ്ടാട്ടമുണ്ട്, അച്ചാറ്. ഇന്നത്തെ ഒരു സദ്യ സ്പെഷ്യലി എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനത് പുളിശ്ശേരിയൊക്കെ പിന്നെ ഓൾറെഡി ഞാൻ എപ്പോഴും പോസ്റ്റ് ചെയ്യുന്നതാണ്, അതുകൊണ്ട് പിന്നെ അധികം കാണിക്കാനൊന്നുമില്ല. പിന്നെ നമ്മുടെ തോരനും, അപ്പോൾ ഒരു പായസം കൂടെ ആക്കിയിട്ട് ഞാൻ സദ്യ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇല എവിടെ നിന്നെങ്കിലും സംഘടിപ്പിക്കണം. അപ്പോൾ നമ്മൾ കുളിച്ചിട്ടൊക്കെ റെഡി ആയിട്ടാണ് കേട്ടോ പാചകമൊക്കെ ചെയ്യുന്നത്. അപ്പം നമുക്ക് സദ്യ ഒന്ന് കാണാം. ഇതൊക്കെ ഉണ്ടായിട്ട് പ്രിപ്പറേഷനൊക്കെ റെഡി ആയിട്ട് ഞാൻ സദ്യയും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ സദ്യ ഒരുങ്ങി. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. വലുതായിട്ട് സദ്യയൊന്നുമില്ല, ചെറിയ രീതിക്കുള്ള സദ്യ മാത്രമേ ഉള്ളൂ. അപ്പോൾ സദ്യ കാണിച്ചു തന്നാലോ. അപ്പോൾ ഇതാണ് കേട്ടോ അച്ചാറ്. അപ്പോൾ വലുതായിട്ടൊന്നുമില്ല, ഞാൻ പറഞ്ഞല്ലോ പനിയൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ വലിയ രീതിയിലൊന്നുമില്ല. പിന്നെ ചെറിയൊരു സന്തോഷമല്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്, ചോറ്, പിന്നെ തോരൻ, ബീട്രൂട്ട് തോരനാണ്, പിന്നെ പായസം. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ചെറിയൊരു സന്തോഷം അത്രയേ ഉള്ളേ, അല്ലാതെ നമ്മൾ വലിയ രീതിയിലൊന്നും അങ്ങനെ ഉണ്ടാക്കിയിട്ട് കഴിക്കുന്നൊന്നുമില്ല. അപ്പോൾ പിന്നെയാണ് വിചാരിച്ചത് ഒരു എരിശ്ശേരിയും കൂടെ വേണമായിരുന്നു എന്ന്. അങ്ങനെ ഞാനിതാ ഇലയൊക്കെ, അപ്പം ഞങ്ങൾ 2 പേരും കൂടി, ഭാര്യയും ഭർത്താവും കൂടി പോയിട്ടാണ് ഇലയൊക്കെ കട്ട് ചെയ്തത്. അപ്പോൾ ഇലയൊക്കെ കട്ട് ചെയ്ത് കഴുകിയിട്ട് ഇങ്ങനെ മേശയിൽ വെച്ചിട്ടുണ്ട്. പിള്ളേരും വന്നിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചേട്ടനോട് ഒന്ന് വീഡിയോ എടുക്കണേന്ന്. അപ്പോൾ വീഡിയോ എടുക്കാനും ആളായി. പിന്നെ എന്താ വേണ്ടതല്ലേ. അങ്ങനെ ചോറ്, പിന്നെ ഓരോ സൈഡിലുണ്ട് കേട്ടോ. ആദ്യം ഇന്നതൊക്കെ അങ്ങനെയൊക്കെ വിളമ്പുന്നത്. അപ്പോൾ ഞങ്ങളുടെ സൈഡ് അതൊന്നുമില്ല, ആൾക്കാർ ഇരുന്നതിന് ശേഷം മാത്രമേ വിളമ്പത്തുള്ളൂ. അപ്പോൾ ഇത് വീഡിയോ എടുക്കുന്നതുകൊണ്ട് പിന്നെ കുഞ്ഞൂസ് പറഞ്ഞ് ഞാനും അമ്മനെ ഹെൽപ്പ് ചെയ്യാന്ന്. അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ എല്ലാവരും ഇരുന്നതിന് ശേഷം മാത്രം ഇലയിട്ടിട്ട് വിളമ്പുന്ന ഒരു രീതിയാണ്, ശൈലിയാണ്. അല്ലാതെ ആദ്യമേ ഇലയിട്ട് വിളമ്പിയിട്ട് അതൊക്കെ എനിക്ക് ട്രിവാൻഡ്രം സൈഡൊക്കെ ആണെന്ന് തോന്നുന്നു, ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ചോറും 4 ഇലയിലും വിളമ്പി കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെ നമ്മൾ 4 പേര് ഇരുന്നിട്ട് കഴിക്കാമെന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഓടിച്ചാടി എല്ലാം റെഡിയാക്കി കുളിച്ച് എല്ലാം ഒരുങ്ങി കേട്ടോ. ഇനിയിപ്പോൾ ഒരു ജോലി എനിക്ക് ബാക്കിയില്ല. ഇനിയിപ്പോൾ നമ്മൾ ചെറിയൊരു വ്രതം കൂടി ഉള്ളതുകൊണ്ട് രാവിലെ നമ്മൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കപ്പയാണ് കേട്ടോ രാവിലെ ഉണ്ടാക്കിയത്. അപ്പോൾ ഇന്ന് നമ്മൾ അരിയുടെ ആഹാരം രാവിലെ അങ്ങനെ കഴിക്കില്ലല്ലോ. ഇനിയിപ്പോൾ വൈകുന്നേരം എന്തെങ്കിലും ഉണ്ടാക്കണം, ഒന്നിക്കൽ എന്തെങ്കിലും അരിയുടെ ആഹാരം ഇല്ലാത്ത. പിന്നെ നമുക്ക് അമ്പലത്തിൽ പോകാനുണ്ട്, അപ്പോൾ അമ്പലത്തിൽ പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ രാത്രിയിൽ ഇനിയിപ്പോൾ മടക്കുണ്ടാവില്ലോ, അപ്പോൾ അതിൻ്റെ പരിപാടിയും കൂടെ ഇനിയിപ്പോൾ തുടങ്ങണം. അപ്പോൾ സന്തോഷമായിട്ട് നമ്മുടെ കുഞ്ഞൂസും ഉണ്ട് കേട്ടോ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ വെള്ളമൊക്കെ എടുത്ത് വെച്ച് ചോറൊക്കെ വിളമ്പിയിട്ട് എല്ലാവരും ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ കഴിച്ചു കേട്ടോ. ഈ ഒരു ജന്മാഷ്ടമി സദ്യ തന്നെയല്ലേ, ചെറിയൊരു കുഞ്ഞ് സദ്യ കേട്ടോ. അപ്പം നമ്മളിങ്ങനെ ചോറ് ഉണ്ടാകുമ്പോഴേ അതിൻ്റെ നടുവിൽ കുഴിയാക്കാറില്ലേ നിങ്ങൾ, പുളിശ്ശേരിയും സാമ്പാറൊക്കെ വിളമ്പുമ്പോൾ. അപ്പോൾ ഞാനങ്ങനെ കുഴിയാക്കി കൊടുത്തതാണ് കേട്ടോ. എൻ്റെ ഇതിൽ ഞാൻ തന്നെ കുഴിയൊക്കെ ആക്കി. അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ വേണ്ടി പോവുകയാണ് ഫ്രണ്ട്സുകളെ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ജന്മാഷ്ടമി ആശംസകൾ.